സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുടെ ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഒരു അത്ഭുതം നടന്നു. ഒരു മിഷണറി പ്രവർത്തകർ കാരണം എൻ്റെ പിതാവ് രക്ഷിക്കപ്പെടാനിടയായി. ക്രിസ്തുവിനെ അറിയുന്നതും രക്ഷിക്കപ്പെടുന്നതും രണ്ടും രണ്ടാണ്. ക്രിസ്തുവിനെ അറിയുന്നതും അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതും രണ്ടും രണ്ടാണ്. അത്രയും നാളും ഏതോ നാമമാത്രമായി ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാൻ ഇടയായി. ആ ദിവസം തൻ്റെ ജീവിതത്തിൽ വിരക്തി ഉണ്ടായിട്ട് ആ കാക്കനാടുള്ള പട്ടണത്തിൽ കടലിൽ ചാടി മരിക്കാമെന്ന് തീരുമാനിച്ചു പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു മീറ്റിംഗ് കണ്ടു. ഇവിടെ കയറി പ്രാർത്ഥിപ്പിച്ചാൽ സ്വർഗത്തിൽ പോകുവാൻ കഴിയുമായിരിക്കും എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വന്നു. എന്നാൽ ദൈവം വചനത്തിൽ കൂടി അദ്ദേഹത്തോട് സംസാരിച്ചു. യൗവനക്കാരാ, നീ എന്തിനു മരിക്കണം? നിന്റെ സ്ഥാനത്ത് യേശുക്രിസ്തു മരിച്ചിരിക്കുന്നു. നീ എത്ര വലിയ പാപിയാണെങ്കിലും അവൻ നിന്നെ രക്ഷിക്കാൻ മതിയായവൻ എന്നുള്ള 2 വാക്കുകൾ അദ്ദേഹത്തിന് ഹൃദയത്തെ സ്പർശിച്ചു. പ്രസംഗം മുഴുവൻ അദ്ദേഹം കേട്ടില്ല, എന്നാൽ 2 വാക്കുകൾ മാത്രം സ്പർശിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് ദേവദാസിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിപ്പിക്കാനായിട്ട് ഇടയായി. ഞാൻ മരിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എന്തു പറ്റി? ഒന്നും സംഭവിച്ചില്ല. ഭാര്യയും മക്കളുമില്ലേ? ഭാര്യയുണ്ട്, 8 മക്കളുമുണ്ട്. പിന്നെന്തിനാണ് മരിക്കുന്നത്? നിങ്ങൾക്കൊരു ജോലിയില്ലേ? ഞാനൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. പിന്നെന്താണ് നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾക്ക് വീടില്ലേ? വസ്തുവകകളില്ലേ? എല്ലാമുണ്ട്. പിന്നെ എന്തിനാണ് മരിക്കണമെന്ന് പറയുന്നത്? സമാധാനമില്ല, സമാധാനമില്ല. രാവും പകലും ചീട്ട് കളിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ യൗവനപ്രായത്തിൽ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് ഇതാകുന്നു ജീവിതമെന്ന് ഞാൻ വിചാരിച്ചു. മുതിർന്നു കഴിഞ്ഞാൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഉല്ലസിക്കുക, ദൈവമില്ല, പിശാചുമില്ല എന്ന് വിശ്വസിച്ചവൻ. എന്നാൽ അത്ഭുതകരമായി എൻ്റെ പിതാവ് മാനസാന്തരപ്പെട്ടു. അടുത്ത ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം കാണാനിടയായി. പിന്നൊരിക്കലും മദ്യം കുടിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല, ആ ക്ലബിൽ പോയിട്ടില്ല. അത് കണ്ടതായ ഞാൻ യേശു ഉണ്ട് എന്ന് വിശ്വസിച്ചു. എന്നോട് ആരും പറഞ്ഞു തന്നില്ല. എനിക്ക് മനസ്സിലായി. എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിലെ മാറ്റം കണ്ടപ്പോൾ യേശു ക്രിസ്തു ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുവാൻ ഇടയായതാണ്. ഇന്ന് നാം ഉപദേശിക്കുന്നുവെങ്കിൽ ആ ഉപദേശം കേട്ട ജനത്തിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. നീ പറയുന്നതാരും ശ്രദ്ധിക്കില്ല, നീ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുന്നത്. നിന്റെ പ്രവൃത്തിയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. നീ എന്താണോ പറയുന്നത്, എന്താണോ ചെയ്യുന്നത്, അതനുസരിച്ച് നിന്റെ വീട്ടിലുള്ളവരും പുറത്തുള്ളവരും പ്രവർത്തിക്കാനിടയാകും. ക്രിസ്തുവിനെ പ്രസംഗിക്കുകയല്ല, ജീവിച്ചു കാണിക്കേണ്ടതാണ്. വിശ്വാസമെന്നത് പ്രസംഗിക്കുകയല്ല, വിശ്വാസമെന്നത് പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കണം. പ്രാർത്ഥന എന്നാൽ 1.5 മണിക്കൂറോളം കുറെ പോയിന്റുകളൊക്കെ എടുത്തു വെച്ച് സംസാരിക്കുന്നതല്ല. പ്രാർത്ഥനയെന്നത് മുഴങ്കാൽ മടക്കി ഇരുന്ന് അനുഭവിക്കേണ്ടതാണ്. ഇന്നുള്ള പ്രസംഗരെല്ലാം പ്രൊഫഷൻസായി മാറിയിരിക്കുകയാണ്. ഒരു പോയിന്റ് എടുത്തിട്ട് മറ്റാരും പറയാത്ത രീതിയിലാണ് പ്രസംഗിക്കുന്നത്. ആഹാ, എന്തൊരു വലിയ പ്രസംഗം എന്നാളുകൾ കേൾക്കുമ്പോൾ പറയും. എന്താണ്? ഒരു രാജ്യത്ത് സ്പർജൻ, പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. പ്രസംഗകരുടെ പ്രസംഗകൻ എന്ന് വിളിക്കപ്പെടുന്നതായ സ്പർജൻ പ്രസംഗിക്കുകയാണ്. അതിനു മുമ്പ് ഒരു വ്യക്തി ഒരു മീറ്റിങ്ങിന് പോകാനിടയായി. അവിടെ നിന്നും ഒരു പ്രസംഗം കേൾക്കുവാനിടയായി. ആ മീറ്റിംഗിൽ ആ പ്രസംഗം കേട്ടിട്ട് വലിയ അതിശയത്തോടുകൂടി എന്തു നല്ല പ്രസംഗമാണെന്ന് പറയാനിടയായി. വൈകുന്നേരം സ്പർജന്റെ മീറ്റിങ്ങിന് വേണ്ടി വരാനിടയായി. ആ പ്രസംഗം കേട്ടിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താണെന്നറിയാമോ? അബ്ബാ, എത്ര വലിയ ക്രിസ്തുവാണ് എന്ന്. മനസ്സിലായ പോയിന്റ്? വലിയ പ്രസംഗമാണെന്ന് അവിടെ വെച്ച് പറഞ്ഞത്. അതായത് പ്രസംഗം വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ ഇവിടെ സ്പർജൻ ചെയ്തതായ പ്രസംഗത്തിന്റെ സാരാംശം എന്താണ്? എത്ര വലിയ ക്രിസ്തുവാണെന്നാണ്. പ്രസംഗമല്ല പുകഴ്ത്തപ്പെടേണ്ടത്, പ്രസംഗകനല്ല പുകഴ്ത്തപ്പെടേണ്ടത്, പ്രസംഗത്തിന്റെ വിഷയമായിരിക്കുന്ന ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ വരച്ചു കാണിക്കുവാൻ പറയുമ്പോൾ ഈ കാലത്ത് ചില പ്രസംഗകരുടെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ കേട്ടാലും യേശു ക്രിസ്തു എന്നുള്ള വാക്കുപോലും കേൾക്കുവാൻ കഴിയില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു, ഞാൻ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു. ഞാൻ അല്ല, ക്രിസ്തുവാണ്. എന്താണ് പൗലോസ് പറഞ്ഞത്? ഞാനല്ല, ക്രിസ്തുവത്രേ. ഞാൻ എന്ന് പറയുമ്പോൾ ഈ കാലത്ത് DTP ഒക്കെ വന്നു. എന്നാൽ പണ്ടൊക്കെ ഓരോ സിംഗിൾ അക്ഷരങ്ങളായിരുന്നു, മെറ്റൽ കൊണ്ടുള്ള അക്ഷരങ്ങൾ. അനേകം വർഷങ്ങൾ ഞാൻ ചർച്ചിലുണ്ടായിരുന്ന പ്രസ്സിൽ ഓരോരോ അക്ഷരങ്ങൾ എടുത്തു വയ്ക്കുന്നതായ ജോലി ഞാൻ ചെയ്തിരുന്നു. അതിൽ I എന്നതായ അക്ഷരം അത് മാത്രം എപ്പോഴും മുഷിഞ്ഞിരിക്കും. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും നോക്കുമ്പോൾ I മാത്രം വളരെ മുഷിഞ്ഞിരിക്കും. അത് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും I എന്ന അക്ഷരം അതാണ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററായിട്ട് വരുന്നത്. I എന്തുകൊണ്ട് മുഷിഞ്ഞെന്ന് ചോദിച്ചാൽ
ആരെഴുതിയാലും എപ്പോൾ എഴുതിയാലും അത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഐ ഐ ഐ. എന്താണ്? ഞാൻ. ചിലർ സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്. ഞാൻ ഞാൻ ഞാൻ. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കോ. ഒരു ദിവസം നിങ്ങൾ എത്രമാത്രം ഞാനെന്ന് പറയുന്നു. ഞാൻ പറയുന്നു, ഞാൻ പറയാം. ഒരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ പറയുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ആർക്ക് വേണം? ദൈവം പറയുന്ന എന്തെങ്കിലും ഉണ്ട് പറയാൻ. ഞാൻ എങ്ങനെയാണ് പറയുന്നത്? യേശു പറയുന്നതാണ് ഞാൻ പറയുന്നത്. അവൻ്റെ ശബ്ദമായി മാറുകയാണ് ഞാൻ ഈ മൈക്കിൻ്റെ തുല്യമാണ്. ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ മൈക്കിൽ കൂടി കേൾക്കുന്നു. എന്നാൽ മൈക്ക് സംസാരിക്കത്തില്ല, സംസാരിക്കുന്നത് ഞാനാണ്. അതുപോലെ ദൈവം സംസാരിക്കുന്നു. ആ വാക്കുകൾ ഒരു മൈക്കിനെ പോലെ ഞാൻ കേൾപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്, നീ ഉയർത്തപ്പെടണം, ഞാനോ താഴ്ത്തപ്പെടണം. ജനം ചോദിക്കുകയാണ്, നീ ആരാണ്? മിശിഹയാണോ? നീ ഏലിയാവാണോ? നീ പ്രവാചകനാണോ? നീ ആരാകുന്നു? നീ മിശിഹായാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറ്റാരുമല്ല, ഒരു ശബ്ദം മാത്രമാണ്. ദൈവത്തിന്റെ വാക്കുകൾ മനുഷ്യരുടെ കാതുകളിൽ പതിക്കേണ്ടതിന് വേണ്ടി അയക്കപ്പെട്ട ഒരു ശബ്ദം മാത്രമാകുന്നു ഞാനെന്ന് പറഞ്ഞു. ഈ ശബ്ദ തരംഗങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാതുകളിൽ വന്ന് പതിക്കുന്നു, അത്രയേ ഉള്ളൂ. ആ ശബ്ദം നമുക്ക് കാണുവാൻ കഴിയത്തില്ല, അത് കേൾക്കുവാൻ മാത്രമേ കഴിയൂ. യേശുവിന്റെ മക്കളായിരിക്കുന്ന നാം കാണപ്പെടുവാൻ പാടില്ല, അവൻ കാണപ്പെടണം. ആ രൂപാന്തര മലയിൽ മോശയെയും ഏലിയാവിനെയും ക്രിസ്തുവിനോടൊപ്പം കണ്ടതായ യാക്കോബും യോഹന്നാനും പിന്നെ ആരാണ്? പത്രോസും. എന്തു പറഞ്ഞു? 3 കുടിലുകൾ കെട്ടാം, ഇവിടെ തന്നെ നമുക്ക് താമസിക്കാം എന്ന് പറഞ്ഞപ്പോൾ മേഘത്തിന്റെ ആവരണം അവരുടെ മേൽ വന്നു. അവർ ചുറ്റും നോക്കിയപ്പോൾ യേശുവിനെ മാത്രമേ അവിടെ കണ്ടുള്ളൂ. അവർ യേശുവിനെയും മോശയെയും ഏലിയാവിനെയും എല്ലാം ഒരുപോലെ ഇവിടെ കാണുവാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അല്ല, ഒരു ഉപദേശകനും ഒരു പ്രവാചകനും യേശുവിനോട് തുല്യൻ അല്ല. മനുഷ്യനും ദൈവത്തിനും മധ്യയിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ മധ്യസ്ഥൻ, അവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കു കേൾപ്പീൻ എന്ന് ആകാശത്ത് നിന്ന് അരുളപ്പാടുണ്ടതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് നാം കേൾക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ദൈവദാസന്മാരെ അവന്റെ ശബ്ദമായി അവൻ ഉപയോഗിക്കുന്നു. ഏതു രീതിയിൽ ആരിൽ കൂടിയാണ് നമ്മളോട് ദൈവം സംസാരിക്കുന്നത് എന്നത് പ്രധാനമല്ല. എന്നാൽ ഞാൻ എന്ന് പറയുന്ന വാക്ക് അതെപ്പോഴും പിശാചിനെ സംബന്ധിച്ചുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയും, ഞാനാകുന്നു, ഞാനാണ് വലിയവൻ എന്ന ഭാവമാണ്. എന്നാൽ വേദപുസ്തകം എന്ത് പറയുന്നു? ഞാനല്ല, ക്രിസ്തുവത്രേ. നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ്. ഐ എങ്ങനെ ഇരിക്കുന്നു? സി എങ്ങനെ ഇരിക്കുന്നു? അത് വളഞ്ഞിരിക്കും. ക്രൈസ്റ്റ്. ഇനി ക്രിസ്തു കാണപ്പെടണം. ഒരു കൊച്ചു പെൺകുട്ടി രാവിലെ ഉറക്കമുണർന്നിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ യേശുവിന്റെ മുഖം അവൾ കണ്ടു. യേശുവിന്റെ മുഖം നോക്കി എഴുന്നേൽക്കുമ്പോൾ അവളുടെ മുഖമാണ് കാണുന്നത്. പിറകോട്ട് കിടക്കുമ്പോൾ യേശുവിന്റെ മുഖം, മുൻപോട്ടായുമ്പോൾ അവളുടെ മുഖം കാണുന്നു. മമ്മി എന്നവൾ വിളിച്ചു. എന്താണ് മോളെ എന്ന് ചോദിച്ചു. മമ്മി, ഞാൻ പിറകോട്ട് ചായുമ്പോൾ യേശുവിനെ കാണുന്നു, മുൻപോട്ടായുമ്പോൾ എന്നെ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ പിറകോട്ട് ചായുമ്പോൾ യേശുവിനെ കാണുന്നു, മുൻപോട്ട് ആയുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവളുടെ പിറകിൽ യേശുവിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അവളുടെ മുൻപിൽ ഒരു വലിയ കണ്ണാടിയുണ്ട്. ഈ കണ്ണാടിയിൽ യേശുവിൻ്റെ മുഖം കാണുന്നു. ഇവൾ എഴുന്നേൽക്കുന്ന സമയത്ത് കണ്ണാടിക്കും ആ ഫോട്ടോയ്ക്കും മധ്യയിൽ തടസ്സം വരുന്നത് കൊണ്ടാണ് ഇവളുടെ മുഖം കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു ചെറിയ ഉപമയാണ്. എന്നാൽ നാം യേശുവിനെ കാണണമെങ്കിൽ നമ്മെ തന്നെ താഴ്ത്തണം. എന്നിൽ ആർക്കെങ്കിലും ക്രിസ്തുവിനെ കാണണമെങ്കിൽ ഞാൻ താഴണം, ഞാൻ കുനിയണം, ഞാൻ താഴണം, എങ്കിലേ കാണൂ. ഞാൻ നിൽക്കുകയാണെങ്കിൽ, ഞാൻ തടസ്സമാണെങ്കിൽ. ആ കാലത്ത് ലൂസിഫർ, ദൈവസന്നിധിയിൽ പ്രധാന ദൂതനായിരുന്ന ലൂസിഫർ എന്തുകൊണ്ടാണ് പിശാചായിട്ട് മാറാനിടയായത്? തേജോ നക്ഷത്രമായിരിക്കുന്ന ആ ദൂതന്റെ പണി എന്താണെന്ന് വെച്ചാൽ, സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിന്റെ മുൻപിൽ ആ കർത്താവിന്റെ പ്രഭയും ആ തേജസ്സും മറ്റുള്ള ദൂതർക്ക് കാണുവാൻ കഴിയാതെ വണ്ണം അവർ മുഖം മറച്ചിരിക്കുമ്പോൾ ആ തേജസ്സിനും ഇവർക്കും മധ്യയിലായിട്ട് ഈ ലൂസിഫർ നിന്നുകൊണ്ട് ആ ദൈവത്തിന്റെ തേജസ്സിനെ മറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ലൂസിഫർ നിൽക്കുന്നത് ദൂതന്മാരെല്ലാം കണ്ടു. ദൂതഗണം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇവൻ വിചാരിച്ചു ഇവനെയാണ് എല്ലാവരും ആരാധിക്കുന്നതെന്ന്. എന്നിട്ട് താനും ദൈവത്തോട് സമമാണെന്ന് ആശിക്കാനിടയായി. ഈ ദിവസം കർത്താവിനെ പ്രസംഗിക്കുന്ന നാം, ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നാം, നമ്മുടെ ജീവിതത്തിൽ കൂടി യേശുവിനെയാണ് വെളിപ്പെടുത്തേണ്ടത്. അവന്റെ മുഖത്തെ മറച്ചു പിടിച്ചുകൊണ്ട്, അവന്റെ നാമത്തെ മറച്ചു വെച്ചുകൊണ്ട്,
അവന്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടം പ്രവർത്തിക്കാൻ നാം ശ്രമിച്ചാൽ നമുക്ക് അയ്യോ കഷ്ടം. ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയുക. യെഹെസ്കേലിന്റെ പുസ്തകം 13-ാം അധ്യായം 19-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിക്കരുതാത്ത ദേഹികളെ ജീവനോടെ രക്ഷിക്കേണ്ടതിനും നിങ്ങൾ ഭോഷ്കു കേൾക്കുന്ന എന്റെ ജനത്തോട് ഭോഷ്ക് പറയുന്നതിനാൽ എന്റെ ജനത്തിന്റെ ഇടയിൽ ഒരു പിടി യവത്തിനും ഒരു അപ്പക്കഷണത്തിനും വേണ്ടി എന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ദേഹികളെ പറവജാതികളെപ്പോലെ വേട്ടയാടുന്ന നിങ്ങളുടെ രക്ഷകൾക്ക് ഞാൻ വിരോധമായിരിക്കുന്നു. ഞാൻ അവയെ നിങ്ങളുടെ ഭുജങ്ങളിൽ നിന്ന് പറിച്ചു കീറി ദേഹികളെ നിങ്ങൾ പറവജാതികളെപ്പോലെ വേട്ടയാടുന്ന ദേഹികളെ തന്നെ വിടുവിക്കും. നിങ്ങളുടെ മൂടുപടങ്ങളെയും ഞാൻ പറിച്ചു കീറി എന്റെ ജനത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അവർ ഇനി നിങ്ങളുടെ കൈക്കൽ വേട്ടയായിരിക്കയില്ല. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുന്നവരുടെ സ്വസ്ഥത കെടുത്തുന്നു. ദൈവം മുമ്പാകെ അനുദപിക്കേണ്ടതായ വ്യക്തികളെ നിങ്ങൾ കൂട്ടം ചേർത്ത് നടത്തുന്നു. നിങ്ങൾ വ്യാജം പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. സമാധാനമില്ലാതിരിക്കെ നിങ്ങൾ സമാധാനം സമാധാനമെന്ന് പറഞ്ഞ് നിങ്ങൾ ജനത്തിന്റെ മുറിവിനെ ലഘുവായിട്ട് ചികിത്സിക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായിട്ട് ചികിത്സിക്കുന്നു. ഇന്നുള്ള പ്രസംഗകർ, ഇന്നുള്ള വിശ്വാസികൾ പുറമേയുള്ള സൗഖ്യം മാത്രം മതി. താൽക്കാലികമായിട്ടുള്ള ശമനമാണ് ആഗ്രഹിക്കുന്നത്. താൽക്കാലികമായ സൗഖ്യം മാത്രമാണ് അവർക്ക് വേണ്ടത്. അവയോടുകൂടി നിന്റെ പാപത്തിന്റെ ബീജത്തെ എടുത്തു കളയുമ്പോൾ നിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. നിന്റെ ജീവിതത്തിൽ പരിപൂർണ വിടുതലുണ്ടാകും. അകത്തുള്ളതായ പാപത്തിന്റെ വേരുകളെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് പുറമേയുള്ള ശമനം ആഗ്രഹിച്ചാൽ, പുറമേയുള്ള മുറിവിനെ ഉണക്കിയാൽ, ഒരു മുറിവുണ്ടാകുമ്പോൾ അതിന്റെ അർത്ഥം അതിന്റെ അകത്തെ എന്തോ ഒരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നാണ്. പുറമേ മരുന്ന് വെച്ച് അത് ഉണക്കുകയല്ല. അകത്തുള്ളതായ ആ ഇൻഫെക്ഷനെ, ആ ക്യാൻസർ എന്താണോ അത് ഓപ്പറേഷൻ ചെയ്തെടുത്തു കളയണം. പുറമേ മാത്രം മരുന്ന് പുരട്ടുകയല്ല. ഈ കാലത്ത് അനേകർ വിശ്വാസികൾ എന്ന് പറയുന്നതായ ആളുകൾ താൽക്കാലികമായ സൗഖ്യത്തിനു വേണ്ടി, താൽക്കാലികമായ വിടുതലിനു വേണ്ടി, താൽക്കാലികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ മൂലകാരണമായിരിക്കുന്ന പാപം ഏതാണ്? എന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതായ പാപത്തിന്റെ വേര് എന്താണ് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാതെയാണ് ജീവിക്കുന്നത്. അന്നുള്ള ക്രിസ്ത്യാനികൾ പുറമേയുള്ള സമാധാനം, പുറമേയുള്ള സൗഖ്യം, പുറമേയുള്ള സമാധാനം 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 സമാധാനമെന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നു. എന്നാൽ അന്തരംഗത്തിൽ വിടുതൽ ലഭിക്കാതിരിക്കുന്ന സമയത്ത് നിനക്ക് സമാധാനം ലഭിക്കുകയില്ല. പാപിനിയായ സ്ത്രീ കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിട്ട് കണ്ണുനീരോടുകൂടി അവന്റെ പാദങ്ങൾ കഴുകിയപ്പോൾ കർത്താവ് പറഞ്ഞു, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ആരുടെ പാപമാണോ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് അവൻ ഭാഗ്യവാനാണ്. ഒരു ചോദ്യം മാത്രം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. സത്യം പറയണം. യേശുക്രിസ്തു നൽകുന്ന രക്ഷയുടെ അനുഭവം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? അനേകരും പെട്ടെന്ന് തന്നെ ഓക്കെ എന്ന് പറയും. ശരി, ആ രക്ഷ അനുഭവത്തിന്റെ ഫലം, അതായത് ഒരു മരത്തെ തിരിച്ചറിയണമെങ്കിൽ അതിന്റെ ഫലം കണ്ടാൽ മതി. ശരിയല്ലേ? മരങ്ങൾ കാണുവാൻ ഒരുപോലെ ഇരിക്കുമെന്നാൽ ഫലം കിട്ടുന്ന സമയത്ത് അത് നല്ല ഫലമാണോ ചീത്ത ഫലമാണോ ഏതു മരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ രക്ഷ പ്രാപിച്ചതിൻ്റെതായ ഫലം, മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്ക്കണം. ഉണ്ടോ? ആത്മാവിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ആത്മാവിൽ അനുഗ്രഹിക്കപ്പെടുന്ന സമയത്ത് അവനിൽ കാണപ്പെടുന്നതായ ഫലം എന്താണെന്ന് വെച്ചാൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ,
ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയാണ്. യഥാർത്ഥമായി നീ രക്ഷിക്കപ്പെട്ടു എങ്കിൽ ഇവയെല്ലാം നിന്നിൽ കാണണം. എന്താണ്? ഒന്നാമത് സ്നേഹം. ഇവയെല്ലാം വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സമയം തികയാതെ വരികയില്ല. അതുകൊണ്ട് പറഞ്ഞു പോകാം. സന്തോഷം, സമാധാനം, ദയ, പരോപകാരം. യഥാർത്ഥത്തിൽ ഈ ഫലമെല്ലാം നിന്നിലുണ്ടായിരിക്കുമ്പോൾ നിന്നെ കാണുന്നതായ ആളുകൾ എന്താണ് വിചാരിക്കുന്നത്? അവർ നോക്കുന്നതായ സമയത്ത് നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അവർക്ക് കാണുവാനായിട്ട് കഴിയും. നിന്നെ കാണുന്നതായ സമയത്ത് എന്തൊരു വ്യക്തിയാണ്, എന്തൊരു പ്രത്യേകതയാണ് ഈ മനുഷ്യനുള്ളത് എന്ന് ചിന്തിക്കുവാൻ ഇടയാകും. നോക്കൂ, എന്തൊരു സന്തോഷമാണ്, എന്ത് സമാധാനമാണ്, എത്ര ദയയാണ്, എത്ര പരോപകാരമാണ് ചെയ്യുന്നത്. അവയെല്ലാം നിന്റെ ജീവിതത്തിൽ കാണുന്ന സമയത്ത് നിന്നിൽ യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയും. യഥാർത്ഥമായി നീ രക്ഷിക്കപ്പെട്ടാൽ ഫലം കായ്ക്കണം, ഫലം കായ്ക്കണം, ഫലം കായ്ക്കണം, നല്ല ഫലം കായ്ക്കണം. നല്ല ഫലം കായ്ക്കാത്ത ഓരോ വൃക്ഷവും വെട്ടി തീയിലിട്ട് ചുട്ടുകളയുമെന്ന് കർത്താവ് പറഞ്ഞു. വർഷങ്ങളായിട്ട് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുന്നതായ നാം, അവന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതായ നാം, അവന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ അനേകം നന്മകൾ പ്രാപിച്ചെടുക്കുന്നതായ നാം ഈ ലോകത്തിന് മാതൃകയായി നിൽക്കണം. ഈ ലോകത്തിൽ യേശുവിനെ അറിയാതെ നശിച്ചു പോകുന്ന അനേകം ആളുകളുണ്ട്. യഥാർത്ഥ രക്ഷ എന്താണ്, യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്താണ്, യേശുക്രിസ്തു എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അറിയാൻ കഴിയാത്തതായ അനേകം ആളുകളുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നാം എല്ലാവരും അവയെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടതായ, പറയേണ്ടതായ ഭാരം നമ്മിലുണ്ട്. ഈ ദിവസം 10 ദൈവദാസന്മാർക്കോ സുവിശേഷകന്മാർക്കോ ക്രിസ്തുവിനു വേണ്ടി ലോകത്തെ നേടുവാൻ കഴിയില്ല. നിങ്ങളാകുന്നു എന്റെ സാക്ഷികളെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ച, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് സാക്ഷിയായി തീരണം. നിങ്ങൾ നിങ്ങളുടെ ഭവനക്കാർക്ക് സാക്ഷിയായി നിൽക്കണം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് മാതൃകയായി നിൽക്കണം. നിങ്ങളുടെ ദേശത്തിന് നിങ്ങൾ അനുഗ്രഹമായി തീരണം. അതാകുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് പറയാനിടയായി. ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത്, ആരെ വിഴുങ്ങേണ്ടു എന്ന് ഗർജിക്കുന്ന സിംഹം പോലെ പിശാച് നടക്കുന്നതായ സമയത്ത് ഏത് വിശ്വാസിയെ നശിപ്പിച്ചു കളയാം? തിരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന പിശാച്. ഇന്ന് വിശ്വാസമെന്ന് പറയുമ്പോൾ വിശ്വാസമെന്ന പദം മാത്രം പറയുന്നുവെങ്കിലും ആ പദത്തിന് അർത്ഥം പോലും നഷ്ടപ്പെട്ടതായ അവസ്ഥയിലാണ് ഈ കാലത്ത്. മനുഷ്യപുത്രന്റെ വരെ വിശ്വാസം കാണപ്പെടുവാൻ കഴിയുമോ എന്ന് ചോദിച്ച കർത്താവ്, സ്നേഹം തണുത്തു പോകാനിടയാകുമെന്ന് കർത്താവ് പറഞ്ഞതായ വാക്കുകൾ ഈ അന്ത്യകാലത്ത് നിറവേറിക്കൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോ? പറയൂ, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോ? സത്യമാണോ? ഞാൻ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവന്റെ പൈതലായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയുക. ഞാൻ യേശുവിന്റെ പൈതലായി ജീവിക്കും. എന്റെ ചുറ്റുപാടുമുള്ളവർ എങ്ങനെയായാലും കുഴപ്പമില്ല, അത് ഒന്നും എന്നെ ബാധിക്കുകയില്ല. ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നാലും കണ്ണുനീര് വന്നാലും, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ട് വന്നാലും മരണം വന്നാലും ശരി, യേശുവിന് വേണ്ടി ജീവിക്കും. ഞാൻ യേശുവിൻ്റെ പൈതലായിട്ട് ജീവിക്കും. എന്നെ നിത്യജീവന്റെ അവകാശിയാക്കി മാറ്റുന്ന കർത്താവിൻ്റെ പൈതലായിട്ട് ഞാൻ ആയിരിക്കും എന്നുള്ള തീരുമാനത്തോടുകൂടി ഇവിടെ നിന്ന് പോകാം. ശരി, ദയവ് ചെയ്ത് തലകളെ വണക്കുക, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ആശിക്കുന്നതായ ഒരു സമയമാണിത്. കർത്താവേ, നിന്നെപ്പോലെ തന്നെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെപ്പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ക്രിസ്ത്യാനിയായി വിശ്വാസിയായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ സഹായിക്കണമേ. കർത്താവേ, ഈ അന്ത്യകാലത്ത് മോശകരമായ നാമമാത്രമായ ഭക്തി, ആചാരമായിരിക്കുന്നതായ ഭക്തി, പുറമേയുള്ള വിശ്വാസത്തിൽ മാത്രം സന്തോഷിക്കുന്ന ഈ സമയത്ത് ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട്, യേശുവിന്റെ മകനായിട്ട്, ദൈവഭക്തിയുള്ള വ്യക്തിയായിട്ട് എന്റെ പ്രവൃത്തികളിൽ കൂടി യേശുക്രിസ്തുവിനെ കാണിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കുമാറാകണമേ എന്റെ കർത്താവേ എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച ദിവസനത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. ഞാൻ യേശുവിന്റെ പൈതലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ രോഗം പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കഷ്ടത മാറിയാലും മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയായാലും അതൊന്നും കുഴപ്പമില്ല. ഞാൻ യേശുവിന് വേണ്ടി നല്ല മനസാക്ഷിയോടുകൂടി തന്നെ ജീവിക്കും. യേശുവിൻ്റെ പൈതലായിട്ട് തന്നെ ഞാൻ ജീവിക്കും. എൻ്റെ യേശുവിനോട് കൂടെ ഇരുന്നാൽ മാത്രം മതി. എൻ്റെ കഷ്ടത സകലതും മാറിപ്പോവും. എൻ്റെ പ്രശ്നമെല്ലാം തീരാനിടയാകും. നിന്നെ ദുഷിപ്പിക്കുന്നവരായി, നിന്റെ നാമത്തിന് ദോഷം ചെയ്യുന്നവരായി ഞങ്ങൾ ഒരിക്കലും ജീവിക്കാതെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കുന്നതിന് വേണ്ടി കർത്താവേ, ഈ സമയത്ത് ഞങ്ങളെ നീ ദർശിക്കണമേ.
വായ് തുറന്ന് എല്ലാവർക്കും കർത്താവിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. കർത്താവേ, നിന്റെ എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. അവരുടെ ഭാരങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സാഹചര്യം എന്താണെന്ന് നന്നായിട്ട് അറിയുന്നതായ കർത്താവേ, ഈ സമയം നിന്റെ രക്തത്തെ ഒഴുക്കിക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇന്നു മുതൽ ഞാൻ യേശുവിന്റെ മകനായിട്ട് ജീവിക്കും, അവന്റെ സാക്ഷിയായിട്ട് ജീവിക്കും, എന്റെ ജീവിതത്തിൽ കൂടി അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്ന തീരുമാനത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകാൻ എല്ലാവരെയും സഹായിക്കണമേ. നീ തിരഞ്ഞെടുത്തവരെ, നീ ആകർഷിക്കുന്നവരെ, നീ വിളിച്ചവരെ നിന്റെ സന്നിധിയിലേക്ക് കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദി കരയറ്റുകയാണ് കർത്താവേ. അന്ത്യകാലത്ത് വ്യാജ ഉപദേശങ്ങൾ കേട്ട് ചതിക്കപ്പെടുന്നവരല്ലാതെ യഥാർത്ഥമായ സത്യമായ ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ കൃപ നൽകണമേ. നീയാകുന്നു ഞങ്ങളുടെ സങ്കേതം, നീയാകുന്നു ഞങ്ങളുടെ കോട്ട, നീ ഞങ്ങളുടെ ആശ്രയമാകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉണ്ടായാൽ മതി എന്ന തീരുമാനത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.